Welcome to Happy Life TV. Your now is not important. Your then or your there is important. നിങ്ങൾ ഇപ്പോൾ ആരാണ് എന്നത് പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമല്ല ജീവിത വളർച്ചയിൽ. പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഇൻഡിവിജ്വാലിറ്റി ഡെവലപ്മെൻറ്റിൽ നാം ഇപ്പോൾ ആരാണ് എന്നതല്ല പ്രധാനം, നാം ആരാവും എന്നതാണ് പ്രധാനം. ഇങ്ങനെ പറയാൻ കാരണമുണ്ട്. ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും ജീവിതത്തിൽ ഓരോരുത്തരുടെയും പാസ്റ്റും പ്രസൻറ്റും കണക്റ്റ് ചെയ്തുകൊണ്ട് മാത്രം ഭാവിയെക്കുറിച്ച് ആലോചിക്കുന്നവരാണ്. അതിൽ ചില പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ പാസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ പ്രസൻറ്റ് എന്ന് പറയുന്നത് ഒരുപാട് പരാജയങ്ങളെ പോലെയുള്ള സംഭവങ്ങൾ ചേർന്നതാണ്. അപ്പോൾ ആ സംഭവങ്ങളുമായി കണക്റ്റ് ചെയ്തുകൊണ്ട് അതിൽ നിന്നുകൊണ്ട് നമ്മൾ ഭാവിയിലേക്ക് ചിന്തിച്ചാൽ ഒരിക്കലും നമുക്ക് മുന്നോട്ട് ചിന്തിക്കാൻ കഴിയില്ല. കാരണം നമ്മുടെ പാസ്റ്റിൽ ഒരുപാട് ഫെയിലിയേഴ്സ് നമ്മൾ കണ്ടതാണ്. പ്രസൻറ്റിൽ ഒരുപക്ഷെ ഒരുപാട് അത്തരത്തിലുള്ള പല സെറ്റ് ബാക്സും തിരിച്ചടികളും നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്നുണ്ടാവാം. ഇതുകളുടെ നെഗറ്റീവായിട്ടുള്ള ഈ എക്സ്പീരിയൻസുകളുടെ ആകത്തുക മനസ്സിൽ വെച്ചുകൊണ്ട് മുന്നോട്ട് ചിന്തിച്ചാൽ ആ ചിന്തകൾക്ക് ശക്തി ഉണ്ടാവില്ല. ഇവിടെയാണ് സൈക്കോളജിസ്റ്റുകൾ പറയുന്നത്, ജീവിതത്തിൽ ഉയർന്ന വിജയം നേടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ് നെഗറ്റീവ് എക്സ്പീരിയൻസിൽ നിന്ന് നാം മോചിതമാവണം എന്നുള്ളതാണ്. കാരണം അങ്ങനെ മോചിതമായിട്ടുള്ള ആ ചിന്തകൾക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കാനുള്ള ശക്തി ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾ ഇപ്പോൾ ആരാണ്, നിങ്ങളുടെ വീടിൻ്റെ ഇപ്പോഴത്തെ വലുപ്പം, നിങ്ങളുടെ ശമ്പളം അല്ലെങ്കിൽ ബിസിനസ്സിലുള്ള തിരിച്ചടികൾ, സെറ്റ് ബാക്സ്, അല്ലെങ്കിൽ ടേൺ ഓവറിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, സ്റ്റാഫുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇത്തരത്തിലുള്ള എല്ലാ നെഗറ്റീവ് കാര്യങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ആ ചിന്തകൾ വളരെ കുറഞ്ഞ ദൂരത്തേക്ക് മാത്രമേ ആ ചിന്തകൾക്ക് ആയുസ് ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. അപ്പോൾ വേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ getting energy and insight from the past experience, doing in the present, focusing on future. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാല അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിച്ച് വർത്തമാന കാലത്തിൽ കാര്യങ്ങൾ ചെയ്യുക, ഭാവിയിൽ ഫോക്കസ് ചെയ്തുകൊണ്ട്. അങ്ങനെയാണെങ്കിലാണ് തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് ഉയർന്ന വിജയങ്ങളിലേക്ക്. ഇതിൻ്റെ സൈക്കോ ന്യൂറോ ഇമ്മ്യൂണോളജി എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് ഓഫ് സൈക്കോളജിക്കൽ സ്റ്റഡിയിൽ പറയുന്നത് മനുഷ്യൻ്റെ ചിന്തകൾ മാറുന്നതിനനുസരിച്ച് ന്യൂറോളജിയിൽ പോലും മാറ്റങ്ങൾ ഉണ്ടാകും എന്നാണ്. സൈക്കോ ന്യൂറോ ഇമ്മ്യൂണോളജി അങ്ങനെയാണ് പറയുന്നത്, മനുഷ്യൻ്റെ ചിന്തകൾ മാറുന്നതിനനുസരിച്ച്. കാരണം പാസ്റ്റ് എക്സ്പീരിയൻസും പ്രസൻറ്റ് എക്സ്പീരിയൻസും നെഗറ്റീവുമായി ബന്ധപ്പെട്ട് മാത്രം കിടക്കുന്നതാണ്. ഇനിയും അതുമായി കണക്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് ചിന്തിക്കുന്നതെങ്കിൽ ആ ചിന്തകൾ നേരത്തെ ഉള്ള ശാരീരികാവസ്ഥ, ആ ഒരു മാനസികാവസ്ഥയിൽ തന്നെ മുന്നോട്ട് പോകുന്നതായിരിക്കും. അതിന് നമ്മുടെ ന്യൂറോളജിയിൽ കാര്യമായ ചേഞ്ച് ഉണ്ടാക്കാൻ കഴിയില്ല. അതേസമയം ഉയർന്ന ലക്ഷ്യങ്ങളാൽ മനസ്സ് സമ്പന്നമായ ഒരാളാണെങ്കിൽ അയാൾ പാസ്റ്റിലെ നെഗറ്റീവ് എക്സ്പീരിയൻസ്, പ്രസൻറ്റിലെ നെഗറ്റീവ് എക്സ്പീരിയൻസ് ഒന്നും അയാൾ പരിഗണിക്കുന്നില്ല. എബ്രഹാം ലിങ്കനെ പോലെ. എബ്രഹാം ലിങ്കൻ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കാലഘട്ടങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചിരുന്നു, സാമ്പത്തിക പ്രയാസങ്ങൾ അനുഭവിച്ചിരുന്നു. അദ്ദേഹം കാർപ്പൻ്റർ ആയിരുന്നു, വളരെ താഴ്ന്ന ജോലി അദ്ദേഹം എടുത്തിരുന്നു, കാണാൻ സൗന്ദര്യം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം പാസ്റ്റിലും പ്രസൻറ്റിലും ഒരുപാട് കാര്യങ്ങൾ അനുഭവിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം കണ്ടത് മുഴുവനും അമേരിക്കൻ പ്രസിഡൻ്റായിട്ടായിരുന്നു. ഈ കഥ നമ്മൾ ഒരുപാട് കേട്ടത്, പക്ഷേ അതിൻ്റെ അകത്ത് ഇങ്ങനെയുള്ള ഒരു ഇന്നർ സൈക്കോളജി വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ നാം ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും ഈ വിഷയം ഞാൻ പലപ്പോഴും പല വർക്ക്ഷോപ്പിലും പറയുമ്പോഴും ആളുകൾ വളരെ യാഥാർത്ഥ്യ ബോധത്തോടു കൂടെ പ്രതികരിക്കാറുണ്ട്. ഇന്ന് വരെയും ഞാൻ അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്, എൻ്റെ കഴിഞ്ഞ കാലം ഇങ്ങനെയല്ലേ, എൻ്റെ ഇപ്പോഴത്തെ കാലം ഇങ്ങനെയല്ലേ, എന്നാൽ പിന്നെ എൻ്റെ ഫ്യൂച്ചർ അല്പമൊക്കെ ഇങ്ങനെയൊക്കെ ആയിരിക്കും, മാക്സിമം പോയി കഴിഞ്ഞ് ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് ഈ പാസ്റ്റും പ്രസൻറ്റുമായി കണക്റ്റ് ചെയ്തുകൊണ്ടാണ് പലപ്പോഴും പല ആളുകളും ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് ഫോം ചെയ്യുന്നത്. ഇവിടെയാണ് നേരത്തെ പറഞ്ഞതുപോലെ പാസ്റ്റിൻ്റെ ജയിലിൽ നിന്ന്, അതേപോലെ തന്നെ നമ്മുടെ ആ പ്രസൻറ്റിൻ്റെ സ്വയം ജയിലിൽ നിന്ന് നമ്മൾ ഒരു ബോധത്തിൽ നിന്ന് നമ്മൾ മുക്തമാവേണ്ടത്, അല്ലെങ്കിൽ ആ ജയിലിൽ നിന്ന് നമ്മൾ മോചിതനാവേണ്ട ഒരു അത്യാവശ്യമുള്ളത് ഇവിടെയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫ്യൂച്ചറിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് കഴിഞ്ഞ കാലഘട്ടത്തിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വർത്തമാനകാലത്ത് കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ കാർപ്പൻ്ററായി ചെരുപ്പുകുത്തിയായിരുന്ന, അതേപോലെ തന്നെ കാർപ്പൻ്ററായിരുന്ന, ആശാരിപ്പണിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന അങ്ങനെയുള്ളൊരു എബ്രഹാം ലിങ്കൻ അമേരിക്കയുടെ പ്രസിഡൻ്റ് ആയതിൻ്റെ രസതന്ത്രം നമുക്ക് മനസ്സിലാകും. അങ്ങനെയാണ് ജീവിതത്തിൽ നാം ചിന്തിക്കേണ്ടത്. ജീവിത വിജയത്തിന് ഇങ്ങനെയാണ് നാം ചിന്തിക്കേണ്ടത്. അങ്ങനെ ഉയർന്ന ജീവിത വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.
വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഹാപ്പി ലൈഫ് TV.